ഹലോ, ഇന്നത്തെ നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്തൊരു ചിക്കൻ റെസിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളും ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നതും തിന്നുന്നതും. സംഭവം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതാക്കണേ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇങ്ങനത്തെ പൊടികളൊക്കെ ഇട്ട് കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് മാറ്റി വെച്ചിട്ടോ. ഒരു മണിക്കൂറോളമൊക്കെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിന്. അതിൻ്റെ ശേഷം ഞാൻ ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കുറച്ചധികം ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കിയത് ഫസ്റ്റ് എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത്. എന്നിട്ട് പിന്നെ അത് കുറച്ചൊന്ന് വഴണ്ടതിൻ്റെ ശേഷം അതിക്ക് വെല്ലുള്ളിനെ ഇട്ടിട്ട് അതും ഒന്ന് വാട്ടി. എന്നിട്ട് നമ്മൾ ഈ മസാല തേച്ച് വെച്ച ചിക്കനെ അതിക്ക് ഇട്ട് കൊടുത്ത്. സിമ്പിളായിട്ട് അത്ര പണിയേ ഉള്ളൂ. എന്നിട്ട് അടച്ചായിട്ട് വെക്കുക. വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല കേട്ടോ. അപ്പം മളിയൻ ചോദിച്ച് വീഡിയോ എടുക്കണില്ലേ, വെറൈറ്റി അല്ലെന്ന്, ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി എന്നാൽ വീഡിയോ എടുക്കല്ലേ. അങ്ങനെയാണ് ആദ്യം ഇത് പൊടികൾ ഇടണമെന്നും കാണിക്കാഞ്ഞത് കേട്ടോ. പിന്നെയാണ് കാണിക്കണത്. അപ്പോൾ അതിക്ക് സൈഡായിട്ട് ഞാൻ പരിപ്പ് താളിച്ചു കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ പരിപ്പ് താളിക്കലുണ്ടോ? കമൻറ്റ് ഇടേണ്ടി കേട്ടോ. നമ്മളിങ്ങനെ പരിപ്പ് താളിക്കും, നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ കുറുക്കി താളിച്ചാൽ. അപ്പോൾ താളിക്കാത്തവരൊന്ന് താളിച്ച് വെക്കേണ്ടി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കണം കേട്ടോ. ചിക്കൻ ഇങ്ങനെ തിളച്ച് നമ്മൾ തീരെ വെള്ളം ഉപയോഗിക്കുകയേ വേണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിന്. അപ്പം നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. വേറൊരു പണിയില്ല. ഉപ്പ് പിന്നെ നമ്മൾ മസാലയിലും ഇടും. പിന്നെ കുറച്ച് ഞാൻ ഉള്ളിക്ക് ഇട്ടുകൊടുത്തിന് കേട്ടോ ഉപ്പ്. അങ്ങനെ അടച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ വറ്റി വരൂലേ. ആ വറ്റി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഗരം മസാലപ്പൊടി ഇട്ടെടുക്കുക. ഗരം മസാലപ്പൊടി, അതേപോലെ മല്ലിച്ചപ്പില്ലേ അതും കുറച്ച് ഇട്ടെടുക്കുക. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചു കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണ്ടിയൊരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിന്. സംഭവം അടിപൊളിയായിട്ട് അത് ഇങ്ങോട്ട് വറ്റി വന്നപ്പോഴുള്ളൊരു മണം എൻ്റെ അമ്മ നല്ല ടേസ്റ്റുള്ള മണേന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ചോറ് തിന്ന് പരിപ്പും കറി, എനിക്ക് പരിപ്പും കറി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അത്ര തോന കറി ഒഴിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ അത്ര തോന കറി എടുക്കലില്ല. പരിപ്പും കറിയും ചിക്കൻ വരട്ടൊക്കെ കൂട്ടിയിട്ട് ചോറ് തിന്ന് അസലായിട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും തന്നോളി, സബ്സ്ക്രൈബൊക്കെ അടിച്ച് പോയിക്കോളി കേട്ടോ.